ഇതേപ്പറ്റി ചെറുതായ ഒരു കമന്റ് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടാം. അതിനുശേഷം ഞാൻ ആ സ്പിനോസിനെ പറ്റി ചെറുതായിട്ട് തയ്യാറായിരുന്നാൽ മതി. ആരെങ്കിലും ഒരാൾ മാത്രം. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ പ്രിഫറബിളി അവർക്കാണ് ചാൻസ് കൊടുക്കേണ്ടത്. തയ്യാറായിരുന്നോ? ഇത് കഴിയുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ വിളിക്കാം. അപ്പോൾ വന്നാൽ മതി. കുട്ടികളില്ലെങ്കിൽ വലിയവർക്കും വരാം, കുഴപ്പമില്ല. അപ്പൊ സാറ് ഭൂരിപക്ഷം പറഞ്ഞപ്പോ ഈ ഗുരുവിന്റെ അടുത്ത് അന്ന് ഈ ഈഴവരുടെ മക്കത്തായം വേണോ മരുമക്കത്തായം വേണോ എന്നൊക്കെയുള്ള വലിയ ചർച്ച നടക്കുന്ന കാലമാണ്. ഗുരുവിന് ഇതിനകത്തൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യം മരുമക്കത്തായക്കാര് ഒപ്പിടിക്കാൻ ചെന്നു, അത് വേണം എന്ന് പറഞ്ഞിട്ട് ഗുരു ഒപ്പിട്ട് കൊടുത്തു. പിന്നെ മക്കത്തായക്കാരി എന്ന് അപ്പോഴും ഗുരു ഒപ്പിട്ട് കൊടുത്തു. 2 പേർക്ക് ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ അത് ഇൻവാലിഡായി, അത് സാധുവില്ലാതെ. അതൊക്കെയാണ് ഗുരുവിന്റെ സമീപനം. ഗുരു അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, മക്കത്തായം വേണോ മരുമക്കത്തായം വേണോ? ഇപ്പൊ ഞങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ തീരുമാനിക്കും. ഭൂരിപക്ഷം എല്ലാവരും വിവരമുള്ളവരാണോ? ഇതാണ് ഗുരു ചോദിച്ചത്. അതുകൊണ്ട് ഈ ഭൂരിപക്ഷം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായ, എനിക്ക് ഓർമ്മ വന്നത് ഗുരുവിന്റെ ഒരു ധാർമ്മികത, ധർമ്മം. ഒരിക്കല് നമ്മുടെ റഹീം മാസ്റ്ററാണ് തലശ്ശേരിയിലുള്ള. ഗുരു നിത്യയോട് ചോദിച്ചു, പരമ്പരാഗതമായ വേദാന്തം, ശങ്കരാചാര്യരുടെ വേദാന്തവും നാരായണ ഗുരുവിന്റെ ദർശനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ ഗുരു അതിന് മറുപടി കൊടുത്തത് കത്താണ്. മറുപടി കൊടുത്തത്, ശങ്കരന്റെ തീർച്ചയുള്ള ദർശനത്തിന്റെ സുതാര്യതയിൽ മാനവികതയുടെ സൗരഭ്യം കൂടി കലർത്തിയെങ്കിൽ മാത്രമേ അത് വിലപ്പെട്ടതാവുകയുള്ളൂ. ഭഗവാൻ ബുദ്ധനിൽ നിന്നും ആ സൗരഭ്യം ഏറ്റുവാങ്ങി അദ്വൈത ദർശനത്തിന് സംഭാവന ചെയ്യാൻ നാരായണ ഗുരുവിന് കഴിഞ്ഞു. ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ധർമ്മം. അതുകൊണ്ട് ജി ശങ്കരക്കുറുപ്പ് ഗുരുവിനെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ചെറുപ്പത്തില്. അതിനുശേഷം ഗുരുവിനെ പറ്റി ഒരു എഴുതിയ കവിതയിൽ ഇതേ ആശയം, ബുദ്ധനും ധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു ആശയം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കവിതയെപ്പറ്റി തന്നെ പറയുന്നത്, നല്ലത് ചിന്തിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഭാവാർദ്രമാം വല്ലതും ഭാഷ സായുജ്യത്തിൽ ഉജ്ജ്വലിക്കുമ്പോൾ എൻ കണ്ണിൽ മുന്നിൽ കാണാറുണ്ടു ഞാൻ. ധർമ്മത്തിന്റെ ചെങ്കോലെന്തിയ 2ാം സുഗതന്റെ യാത്രക്കൈ. ധർമ്മത്തിന്റെ ചെങ്കോലെന്തിയ 2ാം സുഗതന്റെ യാത്രക്കൈ. അപ്പൊ ആ ഒരു ധർമ്മം നാരായണ ഗുരുവിന്റെ ദർശനത്തില് പരമ്പരാഗത അദ്വൈതത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ വന്നിട്ടുള്ളത്. ബുദ്ധന്റെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും അതിലുണ്ടാവണം. അപ്പൊ സാറ് പറഞ്ഞ ആജീവനാന്ത വിദ്യാഭ്യാസം, വാസ്തവത്തിൽ നടരാജഗുരുവിന്റെ വിദ്യാഭ്യാസ പദ്ധതി അത് തന്നെയാണ് ആജീവനാന്തം. 4 ഘട്ടങ്ങളായി ജീവിതത്തെ തിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് ഒരു നിഷേധാത്മകമായ, അങ്ങോട്ടൊന്നും പഠിപ്പിക്കാതെ കുട്ടികളെ വളരാൻ അനുവദിക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രകൃതി അനുരൂപ വിദ്യാഭ്യാസം, പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. 3ാമത്തെ ഘട്ടത്തിൽ ജീവിക്കാൻ ആവശ്യമായ പ്രായോഗിക തലങ്ങൾ, പ്രായോഗിക വിദ്യാഭ്യാസം, എഞ്ചിനീയറിംഗ്, ടെക്നോളജി എല്ലാം അതിൽ വരും, അതെല്ലാം പഠിപ്പിക്കുക. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു ഐഡിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ, ആദർശാത്മക വിദ്യാഭ്യാസം. അതില്ലാത്തതിന്റെ കുഴപ്പമാണ് സാർ പറഞ്ഞത്. നമ്മൾ ഔപചാരിക വിചാരിക്കും വിദ്യാഭ്യാസം എല്ലാം തീർന്നു. പക്ഷെ അവിടെ തുടങ്ങേണ്ട ആദർശാധിഷ്ഠിത വിദ്യാഭ്യാസം. അതാണ് വാസ്തവത്തിൽ പ്രായഭേദമില്ലാതെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില്ലാത്ത ഉണ്ടാകുന്നത് ഒരു 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ്, കുറഞ്ഞ പക്ഷെ 60 വയസ്സിലെങ്കിലും അത് തുടങ്ങി പോയാൽ ആ ഒരു വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ചെറുപ്പത്തിലെ അതേപ്പറ്റി ഒരു ധാരണ കിട്ടിയാൽ അത്രയും നല്ലത്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെയാണ് അത് നടരാജഗുരു. അത് അമേരിക്കൻ വിദ്യാഭ്യാസ ചിന്തകനായ ജോൺ ഡേവി ഉണ്ട്, ഫ്രാൻസിലെ റൂസോ ഉണ്ട്, ഇംഗ്ലണ്ടിലെ ഹെർബർട്ട് സ്പെൻസർ ഉണ്ട്, ഇന്ത്യയിലെ ഋഷിമാരുണ്ട്. ഇവരെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ കാഴ്ചപ്പാടാണ്. ലോകത്തിന്റെ നന്മ ഏത് ഭാഗത്തുണ്ടോ ആ നന്മയെ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെയുള്ള ഒരു സമഗ്രമായ ജീവിത കാഴ്ചപ്പാട് നടരാജഗുരു അവതരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഫിലോസഫർ കിങ്, ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയപ്പോൾ ആൾക്കാർ പറയുമായിരുന്നു, അത് അക്ഷരാർത്ഥം ശരിയല്ല എങ്കിൽ പോലും അദ്ദേഹം ഫിലോസഫർ കിങ് എന്നൊക്കെ പറയുന്നത്.
തത്വചിന്തകനാണ്. അപ്പൊ അദ്ദേഹം തത്വചിന്തകനാണ്. ഇന്ത്യൻ ഫിലോസഫിയൊക്കെ വളരെ ആഴത്തിൽ എഴുതിയിട്ടുള്ള ആളാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം തത്വചിന്തകനാണ്. അപ്പൊ അദ്ദേഹം പ്രസിഡന്റ് ആയ സമയത്ത് ആളുകൾ പറയുമായിരുന്നു, പ്ലേറ്റോ പറഞ്ഞ പോലെയുള്ള ഒരു ഫിലോസഫർ കിങ്, തത്വചിന്തകനായ ഒരാൾ ഒരു ഭരണാധികാരിയായിട്ട് വന്നിരിക്കുന്നു. ഒന്നെങ്കിൽ തത്വചിന്തകൻ ഭരണാധികാരിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വശം കൊണ്ട് ഭരണാധികാരി തത്വചിന്തകനായിട്ട് മാറണം. ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നു. അല്ല, പണ്ട് രാജാക്കന്മാരൊക്കെ ഒരു ഇഷ്യൂ വരുമ്പോൾ കാട്ടിലേക്ക് പോയി, ഔട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പം ആ സ്ഥാനം വഹിക്കേണ്ടത് ഗുരുകുലം പോലുള്ള സ്ഥാപനങ്ങളാണ്. അപ്പൊ അങ്ങനെ പോകുന്നു. അപ്പം സാറ് പറഞ്ഞ പോലെ ഈ GDP, നമ്മുടെ ഈ വികസനത്തിന്റെ മാനദണ്ഡം ഇപ്പോഴും നമ്മൾ GDP, എനിക്കത് വലിയ വിരോധാഭാസമായിട്ട് തോന്നുന്നത്, ഇന്ത്യയെ പോലുള്ള രാജ്യം നമ്മളെ അടിമപ്പെടുത്തിയവരാണ് ഈ GDP കൊണ്ടുവരുന്നത്. അപ്പൊ അവരുടെ സൂചിക എന്തിനാണ് നമ്മളിപ്പോഴും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ആത്മനിർഭർ ഭാരത് എന്നൊരു പുതിയ കൺസെപ്റ്റ് വരുന്നുണ്ട്. അതിൽ ആദ്യം വേണ്ടത് പോലും ഈ GDP എന്നുള്ള മാറ്റിയിട്ട് നമുക്ക് പറ്റിയ ഒരു സൂചിക കൊണ്ടുവരണം. ആ സൂചിക വെച്ചിട്ട് മാത്രമേ നമുക്ക് നമ്മളെ വിലയിരുത്താൻ പറ്റുകയുള്ളൂ. GDP-യിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സർവീസ് ഒട്ടുമായിട്ട് അത് വരുന്നില്ല. ഒരു സ്ത്രീ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തുക, ഇതിനൊക്കെ നമുക്ക് വില കൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും GDP-യിൽ യാതൊരു പ്രസക്തിയില്ല. ആ ഒരു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് വെറും മൂല്യങ്ങൾ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാജ്യമുണ്ട്, ഭൂട്ടാൻ. ഭൂട്ടാനിൽ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ആണ് അവരുടെ ഇൻഡെക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ അടുത്ത മാസം നേരിട്ട് പോയി ഭൂട്ടാനിൽ പോയി ഒന്ന് കാണാൻ വിചാരിച്ചു അവരെങ്ങനെ ജീവിക്കുന്നുണ്ട്. GNH എന്നുള്ളത് പറഞ്ഞു തന്നെ. ഭൂട്ടാൻ മാത്രം ഒരു GNH ആണ്, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്. അവർ പറഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ മാനദണ്ഡം. എത്ര വരുമാനം കിട്ടി, എത്ര ക്രയവിക്രയം നടന്നു എന്നുള്ളതല്ല, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്. ഇപ്പൊ രാജ്യം എങ്ങനെ പോയാലും നമുക്ക് നമ്മുടെ മാനദണ്ഡമായിട്ട് അതിനെ മാറ്റാൻ പറ്റും. ഒരു വ്യക്തിക്ക് തീരുമാനിക്കാം, ഞാൻ പുരോഗമിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ സന്തോഷമാണ്. അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ അതിനൊക്കെയാണ് ഇത് നമുക്ക് സഹായകമായിട്ട് മാറേണ്ടതെന്നുള്ളത്. നമ്മള് പ്ലേറ്റോയുടെ നിഴലുമായിട്ട് വരുമ്പം ഗുരുവിന്റെ ഒരു നിഴൽ സങ്കല്പമുണ്ട്. നിഴലൊരു ബിംബം അപേക്ഷിയാതെ നിൽപ്പിയിൽ എഴുമുലകെങ്ങും അബിംബമാകയാലെ നിഴലുമതല്ലിത് നേരുമല്ല വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണുമെല്ലാം. ആത്മോപദേശ ശതകത്തിലെ 85 ശ്ലോകം. നിഴലുമായിട്ടുള്ള അത് വേറെ വിഷയമാണ്, അതിലേക്ക് അതുകൊണ്ട് പോകുന്നില്ല. സാറ് സെൻസർഷിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോ ഓർത്തത്, നമ്മുടെ ഓസ്ട്രേലിയ എന്നൊരു രാജ്യത്തില് മൊബൈൽ ഫോൺ കുട്ടികൾക്ക് നിരോധിച്ചു. എനിക്കത് ജനുവരി 1 മുതലുള്ള പ്രാബല്യത്തിൽ വരും. പ്രായപൂർത്തിയാകാത്ത ആർക്ക് മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല. നിർബന്ധമായിട്ട് നിയമമാണ്. നിയമം വന്നു കഴിഞ്ഞു, കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരവാദി രക്ഷകർത്താക്കളെ ശിക്ഷിക്കപ്പെടും. രക്ഷകർത്താക്കളെ ശിക്ഷിക്കും, കുട്ടികളെയല്ല, രക്ഷകർത്താക്കളെ ശിക്ഷിക്കും. സെൻസർഷിപ്പ് അവിടെ വന്നു കഴിഞ്ഞു. അത് ആ ഏറ്റവും മറന്നു വെച്ചിട്ട് ഇപ്പം ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇതാണ്, ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. പ്രായപൂർത്തിയായപ്പോൾ ഒരു പരിധിവരെ ഒരു റെഗുലേറ്റർ വെച്ച് ഒരു നമ്മുടെ എല്ലാവരും ഇരിക്കുന്ന മുറികളിൽ വെച്ച് എങ്കിലും ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, സ്വകാര്യമായിട്ട് പോയി കാണാതെ. അവിടെ അവരത് ഓസ്ട്രേലിയ നടപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിനെപ്പറ്റി. ആരാളും പാട്ട് പാടുന്നുണ്ടോ? ഞാൻ ഒരു ഗുരുവിന്റെ കീഴിൽ പഠിച്ച ആളല്ല, സംഗീതം പഠിച്ചിട്ടില്ല. അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന ഒരപേക്ഷയുണ്ട്. ഗംഗാധരം കരമടീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനംഗമതാപഹാരം വാരാണസീ പുരപതിം ഭജ വിശ്വനാഥം. വാചാമഗോചരമനേക ഗുണസ്വരൂപം വാഗീശ വിഷ്ണു സുരസേവിത പാദപീഠം. വാമേന വിഗ്രഹമരേണ കളത്രവന്തം വാരാണസീ പുരപതിം ഭജ വിശ്വനാഥം. ഭൂതാധിപം ഭുജഗഭൂഷണഭൂഷിതാംഗം വ്യാഘ്രാജിനാംബരധരം ജടിലം ത്രിനേത്രം പാശാങ്കുശാഭയ വരപ്രദശൂലപാണിം വാരാണസീ പുരപതിം ഭജ വിശ്വനാഥം. ശീതാംശുശോഭിത കിരീട വിരാജമാനം
ഭാലേക്ഷണാനല വിശോഷിത പഞ്ചബാണം നാഗാധിപാരചിത ഭാസുര കർണപൂരം വാരാണസീ പുരപതിം ഭജ വിശ്വനാഥം പഞ്ചാനനം ദുരിതമത്തമദംഗജാലാം നാഗാന്തകം ധനുജ പുങ്കവ പന്നഗാനാം ദാവാനലം മരണശോകചരാടവീനാം വാരാണസീ പുരപതിം ഭജ വിശ്വനാഥം വാരാണസീ പുരപതിം ഭജ വിശ്വനാഥം വാരാണസീ പുരപതിം ഭജ വിശ്വനാഥം. മനോഹരമായ കീർത്തനം ആലപിച്ചപ്പോൾ ഒരു ബ്രെയിനൊക്കെ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷായി വരും. അടുത്തത് ഒരു വിഷയം അവതരിപ്പിക്കാൻ ആളില്ലാത്തതാണ്, അദ്വൈത ദർശനം സ്പിനോസയും. അപ്പൊ അതേപ്പറ്റി ഒരു ചെറുതായിട്ടൊരു വിവരണം നൽകാം, നമ്മുടെ ആ വിഷയം വീടുന്നത് ശരിയല്ലാത്തതുകൊണ്ട്. അപ്പം നിത്യ വരില്ല എന്ന് നേരത്തെ അറിഞ്ഞിരുന്നത് കൊണ്ട് ചെറിയൊരു കുറിപ്പ് ഞാൻ തയ്യാറായിക്കൊണ്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തലശ്ശേരി പോയപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു വരില്ല. ഇവിടെ ഈ പഠന പദ്ധതി ഇങ്ങനെ തുടങ്ങിയത് 99-2000 കാലത്തൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുമായിരുന്നു, പാശ്ചാത്യ ചിന്തകന്മാരുടെ. അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനാണ് നമ്മൾ വാസ്തവത്തിൽ ഇങ്ങനെ അദ്വൈത ദർശനം സ്പിനോസയിൽ എന്നുള്ള വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്? സ്പിനോസ ഒരു പാശ്ചാത്യ ചിന്തകനാണ്. അപ്പൊ ഇവിടെ അദ്വൈത ദർശനത്തിൽ അദ്ദേഹത്തിന് എന്താണ് സ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പൊ നമ്മളിവിടെയാണ് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ വെച്ചുകൊണ്ടാണ് ഈ പഠന പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ഒരു ദൈവചിന്തനം 2 എന്നുള്ള കൃതി തുടങ്ങുമ്പോൾ ഗുരു പറയും, ജീവേശ്വര ജഗദ്ഭേദരഹിതാദ്വൈതേജസേ സിദ്ധിവിദ്യാധര ശിവശ്ചരവേ ഗുരവേ നമഃ. ഓം നമോ നമഃ സമ്പ്രദായ പരമഗുരവേ. അപ്പൊ ഈ നമ്മുടെ സമ്പ്രദായ പരമഗുരുവിനെ ഓർക്കുന്നതിന് മുമ്പായിട്ട് ശിവൻ മുതൽ ഇങ്ങോട്ടുള്ള കുറെ ഗുരുക്കന്മാരുണ്ട്. അങ്ങനെ ഒരു സന്ദേശമായിട്ട് തന്നെ അതിനെ കാണാൻ പറ്റും. തന്നെയല്ല, അനുകമ്പാ ദശകത്തില് ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെയുള്ള ഗുരുക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ ഒരു നിര തന്നെ ഗുരു അവതരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഗുരു അതിന്റെ ഫലശ്രുതിയായിട്ട് തന്നെ പറയും, ഒരു മാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളത് ഒന്നു താൻ പൊരുൾ ഓർത്താൽ അഖിലാഗവത്തിനും. അപ്പൊ ഇവിടെ എല്ലാം ഒരു വിശാലമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഗുരു എല്ലാ ഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയും കാണുന്നത്. അപ്പൊ അതുപോലെ ആ വിശാലമായ ചട്ടക്കൂട്ടിൽ വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഒരു ബൃഹത്തായ പാഠ്യ പദ്ധതി ഉള്ളത്. അപ്പൊ അതിനകത്ത് പാശ്ചാത്യ ചിന്തകന്മാരും പൗരസ്ത്യ ചിന്തകന്മാരും എല്ലാവരും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരാളാണ് സ്പിനോസ. അപ്പൊ പാശ്ചാത്യ ചിന്തയിലെ പല പല ഇസങ്ങളുണ്ട്. അപ്പൊ ഈ ഇസങ്ങളെല്ലാം ഐഡിയലിസം, അതൊരു പാശ്ചാത്യ ചിന്തകനാണ്. റാഷണലിസം എന്ന് പറയുന്ന ഒരു ഇസം, റാഷണലിസം, എംപിരിസിസം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഇസങ്ങളുണ്ട്. നമ്മളിതൊക്കെ പഠിക്കുന്ന ഈ ഇസങ്ങൾക്കൊക്കെ ഗുരുവിന്റെ ദർശനത്തിൽ എന്താണ് സ്ഥാനം എന്നറിയാൻ കൂടി വേണ്ടിയാണ്. സമഗ്രമായിട്ട് ഒരു ബോധശാസ്ത്രം എന്നുള്ള നിലയിൽ നാരായണ ഗുരുവിന്റെ ദർശനം അവതരിപ്പിക്കുമ്പോൾ ഈ ഇസങ്ങളെല്ലാം എവിടെ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ഇതൊക്കെ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഈ റാഷണലിസം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ വക്താവായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ കൂടാതെ ലെബനീസ്, ഡെക്കാർട്ട്, അതൊക്കെ അവരൊക്കെ ഈ റാഷണലിസത്തിന്റെ യുക്തിവാദമെന്നോ ഹേതുവാദം എന്നൊക്കെ മലയാളത്തിൽ പറയാൻ തോന്നും. റാഷണലിസവും എംപിരിസിസത്തിൽ അനുഭവവുമായി ബന്ധപ്പെട്ട നമ്മുടെ അറിവിന്റെ സ്രോതസ് എന്ന് പറയുന്ന അനുഭവമാണെന്നുള്ള ഒരു എംപിരിസിസം ഉണ്ട്. ഇപ്പം ജോൺ ലോക്ക്, ജോർജ് ബെർക്ക്ലി, ഡേവിഡ് ഹ്യൂം എന്നൊക്കെ പറയുന്ന ചില പാശ്ചാത്യ ചിന്തകരെയൊക്കെ നമ്മൾ എംപിരിസിസം, അപ്പൊ അവര് അനുഭവത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഈ സ്പിനോസ, ലൈബനീസ്, ഡെക്കാർട്ട് ഇവരൊക്കെ ആണെങ്കിൽ നമ്മുടെ യുക്തി, നമ്മുടെ താർക്കികത, നമ്മുടെ അന്തർദർശനങ്ങൾ, ഇൻഡ്യൂഷൻ, ഇതൊക്കെയാണ് അറിവിന്റെ ഉറവിടം എന്ന് പറഞ്ഞു പോകുന്നവരാണ്.
അപ്പൊ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു തത്വചിന്തകനായിട്ട് വേണം നമ്മൾ സ്പിനോസയെ കാണാൻ. ഗോഡ് ഇൻടോക്സിക്കേറ്റഡ് മാൻ എന്നൊക്കെ പറയായിരുന്നു. ദൈവത്തിൽ നിന്ന് ദൈവത്താൽ ഉത്തേജിതമായെന്നോ ഒക്കെ പറയാൻ തോന്നും. ഇപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ വിക്കിപീഡിയയിൽ ഗോഡ് ഇൻടോക്സിക്കേറ്റഡ് മാൻ നോക്കിക്കഴിഞ്ഞാൽ കുറെ ആളുകളുടെ പേര് കിട്ടുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ അങ്ങനെ വളരെ പ്രത്യേകമായി അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു സ്പിനോസ. അദ്ദേഹം ഒരു പോർട്ടുഗീസ് ഒറിജിനാണ്. പോർട്ടുഗീസ് സ്വദേശിയായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൂടുതൽ സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടി നെതർലാൻഡ്സിൽ വന്നിട്ട് താമസിച്ച ആൾക്കാരാണ്. ഡച്ചുകാർ അവിടെ താമസിച്ച ആളാണ്. ഒരു ജൂത പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. നമുക്കിപ്പോൾ അദ്ദേഹത്തിന്റെ മതം നോക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ജൂത പശ്ചാത്തലത്തിന് ഒരു പ്രത്യേകത ഉള്ളത്, അദ്ദേഹം ഈ ജൂതമതത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളെ, ഇപ്പം ഹീബ്രു ബൈബിൾ പോലെയുള്ള ആധികാരിക ഗ്രന്ഥങ്ങളെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ഗ്രന്ഥങ്ങളെയല്ല, ഈ ഗ്രന്ഥങ്ങളൊക്കെ ദൈവികമാണ് എന്ന് പറയുന്നത് അതിനെ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ദൈവം എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഇതിനെ സൃഷ്ടിക്കുന്നൊന്നും അല്ല. സാറ് പറഞ്ഞു നിർത്തിയ ദൈവം ആരാണ് എന്നുള്ളതാണ്. അപ്പം നീ സത്യം ജ്ഞാനമാണെന്നൊക്കെ ഗുരു പറയുന്ന പോലെ ഇദ്ദേഹത്തിനും ഒരു മൂർത്ത രൂപത്തിലുള്ള ഒരു ദൈവം എവിടെയോ ഇരുന്നുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതല്ല. ഇതിലെല്ലാ നമ്മൾ ഈ തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ പ്രകൃതിയിലുള്ള എല്ലാ അംശങ്ങളിലും ദൈവത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരാളായിട്ടാണ് സ്പിനോസയെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഗോഡ് ആൻഡ് നേച്ചർ, പ്രകൃതിയെയും ദൈവത്തെയും ഒക്കെ അദ്ദേഹം ഏതാണ്ട് ഒരുപോലെ കണ്ടു. അതൊരിക്കലും അന്നത്തെ കാലത്ത് അന്നത്തെ മത മേധാവികൾക്ക് സ്വീകാര്യമാവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടുതൽ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചത് പോലും അതിന്റെ കാലശേഷമാണ്. കാലത്ത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ മത മേധാവികൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവരെ തന്നെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കാൻ ഭയമായിരിക്കും, അല്ലെങ്കിൽ മടിയായിരിക്കും. അതിന്റെ സുഹൃത്തുക്കളാണ് പിന്നീട് മരണശേഷം അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ദർശനത്തിന്റെ ചില അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയും ദൈവവും അതിനെ ഒന്നായിട്ട് കാണുക. അവിടെ ഒരു അദ്വൈതതയുണ്ട്. ഗുരുവിന്റെ ദർശനമായിട്ടൊക്കെ ചേർന്ന് പോകുന്ന ഞാനും നീയും ഞെരുക്കെ കലരണം എന്നൊക്കെയാണ് ഗുരു പറയുന്നത്. നാം ശരീരമല്ല അറിവാകുന്നതിന്റെ ഗുരു പറയുന്നുണ്ട്. അപ്പൊ അവിടെ നേച്ചർ ഗോഡ് എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് നാരായണ ഗുരു വളരെ ശുദ്ധമായ മലയാള വാക്കായ അറിവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അറിവ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് സ്പിനോസയെ നോക്കുമ്പോൾ സ്പിനോസ പറഞ്ഞ പലതും ഗുരു പറയുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. ആ ടെർമിനോളജി, പദാവലിയുടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും ജീവിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവും, അവരുപയോഗിക്കുന്ന ഭാഷ ഉണ്ടാവും, അതൊക്കെ ചില വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതേ പറയുന്ന ഗോഡ് ഈസ് വേൾഡ് ആൻഡ് ഇറ്റ്സ് ലോസ്, ഈ ലോകവും അതിലെ നിയമങ്ങളും എല്ലാം ദൈവമാണ്. അപ്പൊ വേറൊരു ദൈവം, ഒരു മൂർത്തമായ ദൈവം അവിടെ ഇല്ല എന്നുള്ളത് ഒരു എന്താണ് സബ്സ്റ്റൻസ് മോണിസം എന്നൊക്കെ സാങ്കേതികമായിട്ട് പറയും. ഒരു ഏകത്വത, സദ്വസ്തു എന്നോ ഒക്കെ പറയാം. ഒരു അടിസ്ഥാന വസ്തു അതാണ് ഉള്ളത്, അല്ലാതെ ഒരു മനുഷ്യാകാരം കൊണ്ട ദൈവമല്ല ഉള്ളത്. അപ്പൊ ഗോഡ് ഈസ് വേൾഡ് ആൻഡ് ഇറ്റ്സ് ലോസ്, ഈ ലോകവും അതിലെ നിയമങ്ങളും എല്ലാമാണ് ദൈവം. അത്തരത്തിൽ കാണുക എന്നുള്ളതാണ്. അപ്പൊ അത് ഗുരു പറയും, അറിവ് ഇതിൽ ഒന്നായത് കൊണ്ട് അറിവല്ലാതെങ്ങുമില്ല വേറൊന്നും, അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം. അറിവ് ഇതിൽ ഒന്നായത് കൊണ്ട് അറിവല്ലാതൊന്നുമില്ല വേറൊന്നും എന്നൊക്കെ പറയും. അപ്പൊ അതിന് സമാനമായിട്ട് അവിടെ ഒരു അദ്വൈത നമുക്ക് സ്പിനോസയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അടിസ്ഥാനപരമായിരിക്കുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ബാഹ്യസ്ഫുരണം എന്നുള്ള നിലയിലാണ് എല്ലാം ഉണ്ടായി വരുന്നത്. അത് സ്വയം ഇങ്ങനെ പരിണമിച്ചോ മാനിഫെസ്റ്റ് ചെയ്തോ വന്നുകൊണ്ടിരിക്കുന്നു. അതല്ലാതെ ആരെങ്കിലും അതിനെ സൃഷ്ടിക്കുന്നതല്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെയും അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി തരമുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും അലാതെ സമം തിരഞ്ഞിടുന്നു എന്നൊക്കെ ഗുരു പറയും. അപ്പൊ അങ്ങനെയുള്ള ചില അദ്വൈതയിലെ പല സമാനതകളും കാണാൻ കഴിയും. അതുപോലെ ഗുരുവായിട്ട് വളരെ സാമ്യം കാണുന്ന ഈ മൈൻഡ് ആൻഡ് ബോഡി ഡ്യുവാലിറ്റി, ചിത്ത് ജഡം അല്ലെങ്കിൽ മനസ്സ് ശരീരം എന്നൊക്കെ പറയുന്ന രണ്ടാണ് എന്നുള്ളൊരു സങ്കല്പത്തില് അതിന് സ്പിനോസ എപ്പോഴും എതിരായിട്ട്. അവിടെ രണ്ടില്ല, രണ്ടും ഒന്നിന്റെ തന്നെ രണ്ട് ഭാവങ്ങളായിട്ട് മാത്രമേ വരുന്നുള്ളൂ, രണ്ടായിട്ടില്ല, വേർതിരിച്ച് കാണേണ്ടതില്ല എന്നുള്ളതിലേക്ക് വരുന്നുള്ളായിരുന്നു. അതും വളരെ കൃത്യമായിട്ട് നമ്മളെ ഗുരുവിന്റെ ചിറ്റട ചിന്തകവും ചിറ്റട ചിന്തനവും ഒക്കെ വരുന്നുണ്ട്. അത് എന്തൊക്കെയാണ് ചിത്ത്, എന്തൊക്കെയാണ് ജഡം എന്നുള്ളതൊക്കെയാണ് വളരെ കൃത്യമായിട്ട് രണ്ടില്ല എന്ന് ഗുരു പറയുന്നുണ്ട്. പൊടി ഒരു ഭൂവിൽ അസംഖ്യം, ആ പൊടിക്കുൾപ്പെടും ഒരു ഭൂവി ഇതിനില്ല ഭിന്നഭാവം, ജഡം അമരുന്നതുപോലെ ചിത്തിലും ചിത്തുടലിലും, അതിനാൽ ഇത് ഓർക്കിൽ ഏകം. ആ ഓർക്കിൽ ഏകം, ഇത് ഏകമാണ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഗുരു പറയുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ സ്പിനോസയുടെ ഒരു അദ്വൈതത
അദ്വൈതത എന്നവർ പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനത് അത്ര അദ്വൈത വേദാന്തത്തിന്റെ കാഴ്ചപ്പാടി പഠിച്ചിട്ടുമില്ല. പക്ഷെ ഇങ്ങനെ നമ്മളൊന്ന് ഓടിച്ച് സ്പിനോസയെ നോക്കുമ്പോൾ ഇതുപോലുള്ള പല സമാനതകളും കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഈ ലോക സമാധാനം, അദ്വൈത എന്നൊക്കെ അവതരിപ്പിക്കുമ്പോൾ സ്പിനോസയുടെ തത്വചിന്തയുമായി പരിചയമുള്ള ഒരാളോട് നാരായണ ഗുരുവിനെ അവതരിപ്പിക്കണമെങ്കിൽ നമുക്ക് സ്പിനോസയിൽ കൂടി തന്നെ അവതരിപ്പിക്കാൻ പറ്റും. ഇത്തരത്തിലാണ് പലപ്പോഴും നടരാജ ഗുരുവും ഗുരുദേവത്തേക്ക് അവർക്ക് പരിചയമുള്ള ഒരു ലോകമുണ്ട്. അതിൽ കൂടി അതെങ്ങനെ നടരാജ ഗുരുവായിട്ട് നാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതെങ്ങനെ പോകുന്നു, അങ്ങനെ പറയുമ്പോൾ അവർക്കത് കൂടുതൽ സ്വീകാര്യമായിട്ട് വരും. അപ്പൊ അത്തരത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സാറോട് അവതരിപ്പിച്ച സ്കീമുണ്ട്, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ. അതിൽ എവിടെയാണ് സ്പിനോസ വരുന്നത്, എവിടെയാണ് ഡെക്കാർട്ട് എംപിരിസിസ്റ്റുകളെ വരുത്തേണ്ടത്, ഹ്യൂമനെയും ലോക്കിനെയൊക്കെ ഉൾപ്പെടുന്നത്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അടിമൂടിയേറ്റം അതുണ്ട് ഇതുണ്ട് അതുണ്ടെന്ന് അടിയിടും ആദിമസത്ത ഉള്ളതല്ല. ഈ അടി കൂടേണ്ട കാര്യമൊന്നുമില്ല, അടി കൂടേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ നമ്മളിവിടെ കയറി വരുമ്പം അവിടെ നിന്നുകൊണ്ട് ബ്രഹ്മവിദ്യാപത്തിനെ കാണാൻ പറ്റും, പുറകെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് കാണുന്ന ആൾ ഈ കെട്ടിടത്തെ വിശദീകരിക്കുന്ന ഒരു തരത്തിലായിരിക്കും. ഈ ഭാഗത്ത് നിന്നുകൊണ്ട് കാണുന്നവർ അവതരിപ്പിക്കുന്നത് വേറൊരു തരത്തിലായിരിക്കും. ഇവര് തമ്മിൽ അടിയിട്ട എങ്ങനെ ഇരിക്കും? അവളെ അടിയിടുകയല്ല വേണ്ടത്, നിങ്ങൾ എവിടെ നിന്നുകൊണ്ടാണ് കാണുന്നത്. അങ്ങനെ സമഗ്രമായൊരു ബോധത്തിൽ എവിടെ നിന്നുകൊണ്ട് ഇതിനൊക്കെ കാണുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ തമ്മിൽ അടികൂടേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം അവിടെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. സാറി സ്വത്വരാഷ്ട്രീയത്തിന്റെ കാര്യം വന്നപ്പോൾ ഈ പാലസ്തീൻ ഇസ്രായേൽ തന്നെ സ്വത്വരാഷ്ട്രീയമാണ് അതിന്റെ അടിസ്ഥാന പ്രശ്നം. പക്ഷെ പ്രകൃതി അത് സമ്മതിക്കില്ല, പ്രകൃതി അതിലേക്ക് പോകും. പക്ഷെ നമ്മൾ മാറാൻ തയ്യാറാകുന്നില്ല. അവിടെ തയ്യാറാകുന്നതിന്റെ കാര്യം ഇതാണ്, ഇത് മാത്രമാണ്, അത് ശരിയല്ലാതെ ശരിയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ശരികൾക്കെല്ലാം ശരിയായിരിക്കുന്ന വലിയൊരു ശരിയുണ്ട്. ആ വലിയൊരു ശരിയുടെ കാഴ്ചപ്പാട് നോക്കുമ്പം ഈ ചിന്തകന്മാർ പറയുന്ന ഇസങ്ങളെല്ലാം നമുക്കതിനെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും. ആരെയും തള്ളിക്കളയേണ്ട കാര്യമില്ല. പണ്ട് ജോൺ സ്പിയേഴ്സിനോട് അന്ന് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും പക്ഷത്താണ്. കാര്യം അവർ ചില കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു, മറ്റു ചില കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു, അങ്ങനെയുള്ളൂ. അപ്പൊ അത്തരത്തിൽ സമഗ്രമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം നമ്മുടെ ഭാവനകളുണ്ട്, യുക്തിയുണ്ട്, ഇൻഡ്യൂഷൻ ഉണ്ട്. അങ്ങനെ അറിവിനെ തന്നെ പലതരത്തിൽ ഗുരു പറയുന്നുണ്ട്, സ്പിനോസ പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഈ ഭാവന കൊണ്ട് മാത്രം നമ്മൾ ഈ പറയുന്ന പരമമായ അറിവിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഗുരു പറഞ്ഞ പോലെ കണ്ണുകൾ 5 മുള്ളടക്കി അറിയുന്ന അറിവാണ് ഒരു ഇൻഡ്യൂഷൻ. യുക്തി കൊണ്ട് അറിയുന്ന ഒരു അറിവുണ്ട്, അത് ചിന്ത ചെയ്തു ചെല്ലുന്ന ഇടയിൽ ഇരുന്ന് അറിവല്ല അറിഞ്ഞിടയണം എന്നൊക്കെ നാരായണ ഗുരു പറയും. അപ്പൊ അങ്ങനെ ഈ അറിവിനെയും പലതരത്തില് നാരായണ ഗുരു അതിനെ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുന്നില്ലെങ്കിലും ഇതെല്ലാം നമുക്ക് ഗുരുവിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇപ്പൊ നാരായണ ഗുരു സ്പിനോസയെ പഠിച്ചിട്ട് അവതരിപ്പിച്ചാണെന്നോ, സ്പിനോസ നാരായണ ഗുരുവിനെ അദ്ദേഹം 17-ാം നൂറ്റാണ്ട് ചോദിച്ചിട്ടാണോ, 17-ാം നൂറ്റാണ്ട് ആളാണെന്നൊന്നും അല്ല അർത്ഥം. മനുഷ്യന്റെ ചിന്തയിൽ, മനുഷ്യന്റെ ഉൾക്കാഴ്ചയിലൊക്കെ സമാനതകൾ ലോകത്തിന്റെ പല ഭാഗത്തും കാണാൻ പറ്റും. അപ്പൊ ആ സമാനതകളെ എല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ നാരായണ ഗുരു ശ്രീനാരായണ പരമഗുരവേ എന്ന് പറയാൻ നമ്മുടെ വീട്ടിലൊരു തത്തയെ വളർത്തിയിട്ട് പഠിപ്പിച്ചിട്ട് തത്ത കുറച്ച് കഴിയുമ്പോൾ ശ്രീനാരായണ പരമഗുരവേ എന്ന് പറയും. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ മാറ്റം, ആന്തരികമായ പരിവർത്തനം, നാരായണ ഗുരു എപ്പോഴും പറയും ആന്തരികമായ പരിവർത്തനം ഉണ്ടാവണം. ആന്തരികമായ ഗ്ലോറിഫൈഡ് പാരറ്റ്സ്, വലിയ തത്തകളെ പറ്റി പറഞ്ഞെടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അത് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ഈ വിശാലമായ ഒരു ആന്തരിക പരിവർത്തനത്തിലേക്ക് പോകണം. അതിനാണ് നമ്മൾ ഈ പാശ്ചാത്യ പൗരസ്ത്യമായ ദർശനങ്ങളെ എല്ലാം പഠിച്ച് അങ്ങനെ പോകണം എന്ന് പറയുന്നത്. അതേപോലെ നൈതികതയെ പറ്റി, എത്തിക്സ്, അന്വേഷിക്കുകയും മെറ്റാഫിസിക്സിനെ പറ്റിയൊക്കെ അദ്ദേഹം ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ദൈവത്തെ തന്നെ ഈ എല്ലാത്തിൻ്റെ തുകയായിട്ടാണ്, ദ സം ഓഫ് ദി നാച്ചുറൽ ആൻഡ് ഫിസിക്കൽ ലോസ്, പ്രകൃതിയിലുള്ള എല്ലാ സ്വാഭാവികമായ നിയമങ്ങളുടെയും ഭൗതികമായ നിയമങ്ങളുടെയും എല്ലാം ആകത്തുകയായിട്ട് അദ്ദേഹം ദൈവത്തെ അവതരിപ്പിക്കുന്നു. അതൊരിക്കലും അന്നത്തെ പാശ്ചാത്യ മത മേധാവികൾക്ക് പിടിക്കില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിർവചനം, ദൈവം എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഫിനിറ്റ്, ധാരാളം ഗുണങ്ങളും ധാരാളം ആട്രിബ്യൂട്ട്സ്, അതിന്റെ പല വശങ്ങളും ഉള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ധാരാളം ഒരു പറയില്ല, അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി ധർമ്മദേഹത്തെ പറഞ്ഞ പോലെയാണ്. അങ്ങനെ മാറുന്നുണ്ട്. അറിവിലിരുന്ന ഒരു അഹന്ത ആദ്യം ഉണ്ടായി വരും, ഇതിനോട് ഇതെന്താ വാമയായും വരും എന്നൊക്കെ പറയുമ്പോൾ അറിവാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. അതുപോലെ അറിവ് എന്നുള്ളതിന് പകരമായിട്ട് അദ്ദേഹം സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുന്നു. ആ രീതിയിൽ നമുക്കതിനെ വിഷ്വലൈസ് ചെയ്യാൻ
ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ട്രാക്ടാറ്റസ് തിയോളജിക്ക പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അവിടെ യുദ്ധം ഉണ്ടായപ്പോഴൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കൃതികളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാന്തീസം എന്നൊക്കെ പറയുന്ന എല്ലാത്തിനും ദൈവത്തെ കാണുന്ന ഒരു പ്രത്യേക ഇസമുണ്ട്. ധാരാളം ഒരു ഇസമൊന്നുമല്ല. ഇസം എന്ന് പറയുന്നെങ്കിൽ എല്ലാ ഇസങ്ങൾക്കും അടിസ്ഥാനമായിരിക്കുന്ന ഒരു ഇസം എന്നാണ് പറയുന്നത്. എല്ലാ ഒരു ഇസമൊന്നുമല്ല. പാന്തീസം എന്നൊക്കെ പറയുന്നത് എല്ലാത്തിലുമൊക്കെ ദൈവത്തെ കാണുന്നതിലൊക്കെ പറയാം. അപ്പൊ അത് അങ്ങനെയൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ചിന്തയിലെ ശാസ്ത്രയുക്തി എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ ആയിരുന്നു. അപ്പൊ ഐൻസ്റ്റീനും ഈ ജൂത വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. വസ്തുതയിൽ ഇസ്രായേല് ഒരു രാജ്യം ഉണ്ടായപ്പോൾ അതിന്റെ പ്രസിഡന്റായിട്ട് അവർ ആദ്യം ക്ഷണിച്ചത് ഐൻസ്റ്റീനെയാണ്. ഐൻസ്റ്റൈൻ പറഞ്ഞ് പൊളിറ്റിക്സ് ഈസ് ടെമ്പററി, അതെപ്പോഴാണ്, സയൻസ് ഈസ് സെറ്റാണ്, ശാസ്ത്രം എന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളാണ്, എനിക്ക് അതിലാണ് താല്പര്യം, രാഷ്ട്രീയത്തിൽ അത്ര താല്പര്യം ഇല്ല എന്നുകൊണ്ടാണ് അദ്ദേഹം പോരുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ഈ ജൂതമതത്തിന്റെ ഒരു പുരോഹിതൻ ആബി ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഐൻസ്റ്റൈനോട് ചോദിച്ചു. ഐൻസ്റ്റൈൻ പറഞ്ഞത്, ഐ ബിലീവ് ഇൻ സ്പിനോസാസ് ഗോഡ് ഹു റിവീൽസ് ഹിംസെൽഫ് ഇൻ ദി ഓർഡർലി ഹാർമണി ഓഫ് വാർട്ടെക്സ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്ന ഒരു സ്വരലയമുണ്ട്. ഈ സ്വരലയത്തിന് അടിസ്ഥാനമായിരിക്കുന്ന തത്വം എന്താണോ അത് സ്പിനോസ പറഞ്ഞ ആ ദൈവമാണ്. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മറിച്ച് മറ്റെവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു മനുഷ്യാകാരം കൊണ്ട ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് സ്പിനോസയുടെ തത്വചിന്തയിൽ നമുക്ക് ശാസ്ത്രത്തിനും ദർശനത്തിനും ഒരുപോലെ ചേർന്ന് പോകാവുന്ന ഒന്നാണ്. ഒരു പക്ഷേ മതത്തിന് സ്വീകാര്യമാകണമെന്നും ഇല്ല. കാര്യം പൗരോഹിത്യത്തിന് ഇതൊന്നും പലപ്പോഴും ദഹിച്ചെന്നിരിക്കത്തില്ല, അവർക്കിത് ആവശ്യമായിട്ട് വരുന്നിരിക്കും. അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ തത്വചിന്ത. ഇവിടെ രാവിലെ ചൊല്ലിയ ഉപനിഷത്തിൽ അന്നം ബ്രഹ്മേ ദിവജാനാത് അന്നാഥേവ കല്ലിമാനി ഭൂതാനി ജായന്തേ അന്നേന ജാതാനി ജീവന്തി എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇനി അന്നത്തെപ്പറ്റി വിചാരം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ ലോക സമാധാനം പോയിട്ട് നമ്മുടെ സമാധാനമൊക്കെ പോകും. അതുകൊണ്ട് ഇനി ഊണടിക്കാനുള്ള സമയമാണ്. 3:30 അന്നവിചാരം ഒക്കെ നടത്തിയിട്ട് വീണ്ടും നമുക്ക് ലോക സമാധാനത്തിലേക്ക് വന്ന് ചർച്ചയൊക്കെ നടത്താം. അപ്പൊ ചർച്ചയിൽ എല്ലാവരും വളരെ സജീവമായി പങ്കെടുക്കണം. ഗൗരവമായിട്ട് കഴിയുന്നതും അവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ സംശയ നിവാരണം നടത്താൻ കഴിയുമെങ്കിൽ അവിടെ തന്നെ നടത്തി തീർക്കുക. അറിയാവുന്നവരൊക്കെ ഉണ്ടാവും. ഗുരുവളത്തിൽ പല വർഷങ്ങളായിട്ട് കൺവെൻഷനിൽ വരുന്ന ആളുകളും ഉണ്ട്. ഇതിലെ വഴിയെ പോയപ്പോൾ ഒരു ബോർഡ് കണ്ടിട്ട് ഇവിടെ കയറി ഇരുന്നവരും ഇവിടെ ഉണ്ട്. അത് കാണുമ്പോൾ അറിയാം, 2 കൂട്ടരും ഉണ്ട്. അപ്പൊ ഈ വർഷങ്ങളായിട്ട് വരുന്നവർക്ക് കുറച്ചെങ്കിലൊക്കെ അറിയാമായിരിക്കും. അപ്പൊ അവരത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവിടെ തന്നെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിക്കുക. അതല്ല പ്രബന്ധകാരന്മാര് നേരിട്ട് മറുപടി പറയേണ്ടതും വിശദീകരണം ഒക്കെ ആവശ്യമുള്ളതാണെങ്കിൽ അങ്ങനെ ആവാം. അതുകൊണ്ട് കൃത്യം 3:30 പ്രത്യേകിച്ച് അനൗൺസ്മെന്റിന്റെ ഒന്നും കാര്യമില്ല. നമ്മളിവിടെ വന്നിരിക്കുന്ന തന്നെ ഈ പഠനത്തിനും ചർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 3:30 കൃത്യമായിട്ട് അവിടെ വരിക, ചർച്ചയിൽ പങ്കെടുക്കുക. 4:30 അവിടെ കൂടി ചർച്ച ചെയ്യുക. കഴിയുന്ന 5:30 തന്നെ പിരിഞ്ഞ് പിന്നീട് പ്രാർത്ഥനാ യോഗമുണ്ട്. ഓരോന്ന് റിഫ്രഷ് ആയിട്ട് വരേണ്ടതുണ്ട്. ഒന്ന് നടന്ന് അല്ലെങ്കിൽ കുളിച്ച് ഒക്കെ വരണം, അതിനുള്ള സമയമൊക്കെ വേണം. ഇവിടെ കഴിയുന്ന 5:30 തന്നെ തീർക്കാം. അത്തരത്തിൽ ഇവിടെ ഇപ്പം ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും 3:30 ചർച്ചയിൽ കൂടുക. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.